കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ജന്മനാട്. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ നായർ, ഈ അതീവ ദുഃഖത്തോടുകൂടി മാത്രമേ ഇന്ന് ആ നാടിനിരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിശ്ചലമായി അങ്ങനെ ഒരു പ്രവാസി, സ്വപ്നങ്ങളോടുകൂടി പോയ പ്രവാസി നിശ്ചലമായി തിരികെ എത്തുന്നു. അങ്ങനെ നാട് വിട നൽകുന്നു. കുടുംബാംഗങ്ങൾക്ക് ഹൃദയം തകർന്നിരിക്കുകയായിരിക്കും. എന്താണ് അവസ്ഥയെന്ന് ചോദിക്കുന്നില്ല, എങ്കിലും പറയൂ കണ്ണൻ നായർ. ഈ നാടൊന്നാകെ ഹൃദയം തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ് മോത്തിയുള്ളത്. കാര്യം കൊല്ലം ജില്ലക്കാരായ 4 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. അതിൽ 2 പേരുടെ സംസ്കാരം ഇന്നലെ കഴിഞ്ഞിരുന്നു. ഇന്ന് 2 പേരുടെ കൂടി സംസ്കാരമാണ് നടക്കുന്നത്. ആദിച്ചനല്ലൂർ സ്വദേശിയായിട്ടുള്ള ലൂക്കോസ്, 18 വർഷമായി അദ്ദേഹം ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ലൂക്കോസിന് ഇപ്പോൾ ഈ അവധിക്ക് വരേണ്ട സമയമായിരുന്നു. എന്നാൽ മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അടുത്ത മാസമാണ് അഡ്മിഷൻ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 1 മാസം കൂടി വൈകി വന്നാൽ മതി എന്നുള്ള തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ദുരന്തം ലൂക്കോസിന് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെ കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം ആ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം വീട്ടിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷം 12 മണിയോടുകൂടി സമീപത്തെ സെമിത്തേരിയിൽ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്ന സഭയുടെ സെമിത്തേരിയിൽ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെയാൾ പുനലൂർ സ്വദേശിയായിട്ടുള്ള നരിക്കൽ സ്വദേശിയായിട്ടുള്ള സാജൻ ജോർജാണ്. സാജൻ ജോർജ് 1.5 മാസം മുമ്പാണ് വിദേശത്തേക്ക് പോയത്. ഈ കമ്പനിയിൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചത്. ആ വ്യക്തിയുടെ ആദ്യ ശമ്പളം വീട്ടിലേക്ക് വന്നത് ഈ മാസം 5-ാം തീയതിയാണ്. അതിന്റെ സന്തോഷം മാറുന്നതിന് മുൻപ് ആണ് ഒരു മരണ വാർത്ത എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും ഇപ്പോൾ പുനലൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരി വിദേശത്തായിരുന്നു. ഇന്നലെ രാത്രി സഹോദരി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി സാജൻ ജോർജിന്റെ ഭൗതിക ശരീരവും വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷം 12 മണിയോടെ സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ആണ് 2 പേരുടെ സംസ്കാരം നടത്തിയത്. സുമേഷ് എസ് പിള്ളയുടെയും അതുപോലെ തന്നെ ഷമീറിന്റെ സംസ്കാരം ഇന്നലെ നടത്തുകയുണ്ടായി. അങ്ങനെ 4 പേരാണ് ഈ ദുരന്തത്തിൽ കൊല്ലം ജില്ലയിൽ മരിച്ചത്. അവരുടെ 2 പേരുടെ കൂടി സംസ്കാരം നടക്കുന്നതോടുകൂടി ഈ മരിച്ച 4 പേരുടെ സംസ്കാര പ്രക്രിയകൾ പൂർത്തിയാകും. ശരി കണ്ണൻ നായർ.